ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റ് ഇംഗ്ലീഷിൻ്റെ റീസെൻ്റ് ആയിട്ട് നടന്ന സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു 46 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 47th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഐഡന്റിഫൈ ദ ബുക്ക് വിച്ച് ഈസ് നോട്ട് പാർട്ട് ഓഫ് ലിവി സ്ട്രോസ് ടെട്രാളജി മിതോളജിക്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ ബുക്ക് വിച്ച് ഈസ് നോട്ട് പാർട്ട് ഓഫ്. അതിന്റെ അർത്ഥം ഈ 3 ബുക്കുകൾ ഇതിന്റെ പാർട്ടാണെന്നാണ്. ഏതോ ഒരു ബുക്ക് മാത്രം ലെവി സ്ട്രോസിന്റെ ടെട്രാളജി എന്ന് പറയുമ്പോൾ 3 ആണല്ലോ, ടെട്രാളജി മിതോളക്യൂവിന്റെ പാർട്ടല്ല. ഓക്കെ, ഏതാണ് ടെട്രാളജി മിതോളക്യൂവിന്റെ പാർട്ട് അല്ലാത്ത ബുക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കേ, ദ റോ ആൻഡ് ദ കുക്ക്ഡ്, ദ സാവേജ് മൈൻഡ്, ഫ്രം ഹണി ടു ആഷസ്, ദ ഒറിജിൻ ഓഫ് ടേബിൾ മാനേഴ്സ്. ഓക്കെ, ദ റോ ആൻഡ് ദ കുക്ക്ഡ്, ദ സാവേജ് മൈൻഡ്, ഫ്രം ഹണി ടു ആഷസ്, അതുപോലെ തന്നെ ദ ഒറിജിൻ ഓഫ് ടേബിൾ മാനേഴ്സ്. ഓക്കെ, ആൻസർ വരുന്നത് ദ സാവേജ് മൈൻഡ് ആണ്. ഓക്കെ, സാവേജ് മൈൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഒരു ടെട്രാളജിയുടെ ഭാഗമല്ല. ഓക്കെ, ലെവി സ്ട്രോസിന്റെ ടെട്രാളജിയുടെ ഭാഗമല്ല. ദ ബുക്ക് വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് Claude Lévi-Strauss tetralogy mythology is The Savage Mind. Mythology is a 4-volume work. Tetralogy ആണ് ആക്ച്വലി. ടെട്രാളജി 3 എന്ന് ഞാൻ പറഞ്ഞത് അല്ലെ, 4 ആണ് കേട്ടോ. 4 വരുന്നുണ്ട്, വിച്ച് കൺസിസ്റ്റ് ഓഫ്, പക്ഷേ ഇതിനകത്ത് കൺസിസ്റ്റഡ് ആയിട്ടുള്ള 4 എണ്ണത്തിൽ നമ്മൾ പറയുന്ന ബുക്ക് വരുന്നില്ല. ഓക്കെ, നോക്കിക്കേ, ഇതിനകത്ത് സാവേജ് മൈൻഡ് ഇല്ല, പകരം ആ ടെട്രാളജിക്കകത്തിലുള്ളത് ട്രിയോ, നമ്മുടെ ട്രിയോ അല്ലെങ്കിൽ ട്രയോയിലാണല്ലോ നമുക്ക് 3 എണ്ണം വരുന്നത്. ടെട്ര എന്ന് പറയുമ്പോൾ 4 ബുക്ക് സീരീസ് ഇതിനകത്ത് വരുന്നുണ്ട്. റോ ആൻഡ് ദ കുക്ക്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹണി ടു ആഷസ് ഉണ്ട്, ഒറിജിൻ ഓഫ് ടേബിൾ മാനേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് നേക്കഡ് മാൻ ഉണ്ട് അല്ലേ. ഇതിനകത്തിൽ ഏതാണ് നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തത്? റോ ആൻഡ് ദ കുക്ക്ഡ്, ഫ്രം ഹണി ടു ആഷസ്, ഒറിജിൻ ഓഫ് ടേബിൾ മാനേഴ്സ്. പക്ഷെ ഒരെണ്ണം ഇല്ല, ഏതാണ്? ദ നേക്കഡ് മാന് പകരം സാവേജ് മൈൻഡ് ആവും പറഞ്ഞേക്കുന്നത് അല്ലേ. സാവേജ് മൈൻഡ് എന്ന് പറയുന്നത് 1962 ബുക്കാണ്. ഈസ് എ സെപ്പറേറ്റ് ഇൻഫ്ലുവൻഷ്യൽ ബുക്ക് ഓൺ എന്തിനെ കുറിച്ചുള്ളതാണ്? സ്ട്രക്ചറൽ ആന്ത്രോപോളജി. ബട്ട് ഇറ്റ് ഇസ് നോട്ട് വൺ ഓഫ് ദ 4 വോളിയം ഓഫ് മിതോളക്യൂ സീരീസ്. ഓക്കെ, മിതോളക്യൂ സീരീസിനകത്ത് നമുക്കിത് കാണാനായിട്ട് സാധിക്കില്ല. സാവേജ് മൈൻഡ് എന്ന് പറയുന്നത് എൻറ്റയർലി സെപ്പറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ബുക്കാണ്. ഓക്കെ, അപ്പം ടെട്രോളജിയുടെ ഭാഗമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ബുക്ക് വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്ലോഡ് ലെവി സ്ട്രോസസ് ടെട്രാളജി മിതോളക്യൂ ഈസ്, ദ ആൻസർ ഈസ് സാവേജ് മൈൻഡ്. സാവേജ് മൈൻഡ് ഇതിന്റെ ഭാഗമല്ല. അപ്പൊ ഇതിനകത്ത് ഉള്ളത് ഏതൊക്കെയാണെന്ന് അറിയണം അല്ലേ, എന്നാലല്ലേ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റൂ. റോ ആൻഡ് ദ കുക്ക്ഡ്, The Raw and the Cooked 1964. ഒപ്പം തന്നെ From Honey to Ashes 1966, The Origin of Table Manners 1968, and also The Naked Man 1971. Okay, The Savage Mind ഫ്രഞ്ചിൽ നമ്മൾ പറയുന്നത് La Pensée Sauvée എന്നാണ്. Okay, published in 1962, is a separate influential book on structural anthropology, but it is not one of the 4 volumes of the Mythology series. Mythology സീരീസിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? ഈ ഒരു വർക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, എന്താ പറയാ, മിതോളക്യൂ സീരീസിന്റെ ഭാഗമായിട്ട് സാവേജ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. അപ്പം വിച്ച് ഈസ് എ പാർട്ട് ഓഫ് എന്നാണോ വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എന്നൊക്കെയാണോ ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തത്, ഇൻ സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഫ്രൂയിഡ്, നമ്മുടെ സിഗ്മണ്ട് ഫ്രൂയിഡിനെ കുറിച്ചാണ് പറയുന്നത്, യൂസ് ദ അനാലോഗി ഓഫ് എ മാൻ ഓഫ് ഹോഴ്സ് ബാക്ക് ടു ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ സൈക്കോ അനാലിറ്റിക്കൽ തിയറിക്കകത്തിൽ ഫ്രൂയിഡ് യൂസ് ചെയ്തിട്ടുള്ളത് അനാലോഗി ഓഫ് എ മാൻ ഓഫ് ഹോഴ്സ് ബാക്ക് ആണ്. ഓക്കെ, ടു ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അതായത് ഈ അനാലോഗി ഓഫ് എ മാൻ ഓഫ് ഹോഴ്സ് ബാക്ക് എന്നുള്ളത് എന്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള, എന്തിനെ സിംബലൈസ് ചെയ്യുന്ന പ്രതീകാത്മകമായിട്ടാണ് ഫ്രൂയിഡ് ഉപയോഗിച്ചിട്ടുള്ളത്? നോക്കിക്കേ, ദ ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ പറയാനാണോ, അതോ സൈക്കോ അനാലിറ്റിക്കൽ തിയറിക്കകത്തിലെ ഇദ് ആൻഡ് സൂപ്പർ ഈഗോയെ കുറിച്ച് പറയാനാണോ, ഓർ ഇദ് ആൻഡ് ഈഗോയെ കുറിച്ച് പറയാനാണോ, അതോ ദ പ്രീ കോൺഷ്യസ് ആൻഡ് ദ കോൺഷ്യസിനെ കുറിച്ച് പറയാനാണോ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പൊ ഇൻ സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഫ്രൂയിഡ് യൂസ് ദ അനാലോഗി ഓഫ് എ man of horseback. Okay, a man of horseback to illustrate the relationship between dash, the ego and the super ego, the id and super ego, the id and ego, and also the pre-conscious and the subconscious. Answer വരുന്നത് the id and the ego ആണ് കേട്ടോ. the id and ego യെ കുറിച്ച് പറയാനാണ്. അപ്പോൾ സൈക്കോ അനാലിറ്റിക്കൽ തിയറിക്കകത്തിൽ ഫ്രൂയിഡ് യൂസ് ദ അനാലോഗി ഓഫ് എ മാൻ ഓഫ് horseback to illustrate the relationship between the id and ego. ഇതിനെ കുറിച്ചും ഈഗോയെ കുറിച്ചും പറയാനാണ് ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ കുറിച്ചും ഈഗോയെ കുറിച്ചും പറയാനാണ് ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കാം. ഇൻ ഹിസ് വർക്ക് ദ ഈഗോ ആൻഡ് ഇദ്. ഓക്കെ,
അപ്പം സൈക്കോ അനലിറ്റിക്കൽ തിയറിക്കകത്തിൽ നമ്മുടെ ഫ്രൂയിഡ് ഈ പറയുന്ന അനാലോഗി ഓഫ് എ മാൻ ഓഫ് ഹോഴ്സ് ബാക്ക് യൂസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചും ഈഗോയെ കുറിച്ചും പറയാനാണ്. ഓക്കെ, ഇതിനെക്കുറിച്ചും ഈഗോയെ കുറിച്ചും പറയാനാണ്. അപ്പോൾ നോക്കിക്കോ, ഇൻ ഹിസ് വർക്ക് ദ ഈഗോ ആൻഡ് ഇദ്, ഓക്കെ, ഈഗോ ആൻഡ് ഇദ് 1923 സിഗ്മണ്ട് ഫ്രൂയിഡ് യൂസ് ദ അനാലോഗി ഓഫ് എ മാൻ ഓൺ ഹോഴ്സ് ബാക്ക്. ഓക്കെ, മാൻ ഓൺ ഹോഴ്സ് ബാക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ടു ഡിസ്ക്രൈബ് ദ ഡൈനാമിക് ബിറ്റ്വീൻ ദീസ് ടു കമ്പോണൻസ് ഓഫ് ദ പേഴ്സണാലിറ്റി. ഓക്കെ, പേഴ്സണാലിറ്റി ട്രേറ്റ് പറയാൻ വേണ്ടിയാണ് ശരിക്കും മാൻ ഓൺ ദ ഹോഴ്സ് ബാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മാൻ ഓൺ ദ ഹോഴ്സ് ബാക്ക് എന്നുള്ള ഒരു ഐഡിയ വന്നിട്ടുള്ളത്. ഓക്കെ, സോ മാൻ ഓൺ ഹോഴ്സ് ബാക്ക്, ദ ഇദ് എന്ന് പറഞ്ഞ ഹോഴ്സ് ആണ്. ഓക്കെ, റെപ്രസെന്റ്സ് ദ പ്രീമിയൽ, ഇൻസ്റ്റൻച്വൽ ആൻഡ് പവർഫുൾ എനർജി ഓഫ് ദ മൈൻഡ്. നമ്മുടെ മൈൻഡിൽ നിന്ന് നമുക്ക് വരുന്നൊരു ഇതുണ്ടല്ലോ, ഇദ് ഇല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രാറ്റിഫൈ ദാറ്റ് എന്നുള്ളതേ ഉള്ളൂ ഇല്ലേ. നമുക്ക് ആ തോന്നുന്ന കാര്യം നമ്മൾ ആ മൊമെന്റിൽ ഗ്രാറ്റിഫൈ ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അത് നടത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ദ ഹോഴ്സ് ആണ്, റെപ്രസെന്റ്സ് ദ പ്രീമിയൽ, ഇൻസ്റ്റിങ്ച്വൽ ആൻഡ് ഓൾസോ പവർഫുൾ എനർജി ഓഫ് ദ മൈൻഡ്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റൈഡർ ആണ് അല്ലെ, റെപ്രസെന്റ്സ് ദ റാഷണൽ പാർട്ട് ഓഫ് ദ സൈക്കി ദാറ്റ് മസ്റ്റ് ഡിറക്റ്റ്, മാനേജ് ആൻഡ് ഹാർനസ് ദ ഹോഴ്സസ് സുപ്പീരിയർ സ്ട്രെങ്ത് ടു സേഫ്ലി നാവിഗേറ്റ് റിയാലിറ്റി അല്ലേ. അപ്പോൾ ഈഗോ എന്ന് പറഞ്ഞാൽ ദ റൈഡർ ആണ്, റെപ്രസെന്റ്സ് ദ റാഷണൽ പാർട്ട് ഓഫ് ദ സൈക്കി, നമ്മുടെ മൈൻഡിന്റെ സൈക്കിയുടെ റാഷണൽ പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മസ്റ്റ് ഡിറക്റ്റ്, മാനേജ് ആൻഡ് ഹാർനസ് ദ ഹോഴ്സസ് സുപ്പീരിയർ സ്ട്രെങ്ത് ടു സേഫ്ലി നാവിഗേറ്റ് റിയാലിറ്റി ഇല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഈഗോ, സൂപ്പർ ഈഗോ നമുക്കറിയാലോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, അത് നേടിയെടുക്കുന്നു എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇല്ലേ. ഇനി ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അവിടെ സംഭവിക്കുന്നത്, ഈഗോ മറ്റൊരു മീറ്ററാണ് ഇല്ലേ, മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ റിയാലിറ്റി ബേസ്ഡാണ് ഇല്ലേ. ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള ഒരു എഫക്റ്റിനെ കുറിച്ചും കൂടെ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റിനെ കൺസേൺഡ് ആയിരിക്കും. ഇനി സൂപ്പർ ഈഗോ മറ്റൊരു ഐഡിയ അല്ലേ, മോറൽ വാല്യൂസ് ഒക്കെ വെച്ച്, ധാർമ്മിക മൂല്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വിലയിരുത്തുകയാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിലയിരുത്തലൊക്കെ നടത്തുക. Okay, so Freud noted that while the rider ego attempts to control the horse id. Okay, അപ്പോൾ റൈഡർ ആയിട്ടുള്ള ഈഗോ നമ്മുടെ മൈൻഡായ ഹോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ the rider is often forced to guide the horse in the direction it already wants to go, illustrating that the ego's control is not absolute. ഇല്ലേ, അപ്പോൾ ഇവിടെ എന്തോ ചെയ്യുന്നത്, rider is often forced to guide the horse in the direction it already wants to go. എപ്പോഴും നമുക്ക് ഈ ഈഗോ വെച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഔട്ട് ഓഫ് ഹാൻഡ്സിലേക്കായി പോകും അല്ലേ. നമുക്ക് ആ ഒരു മൊമെന്റിൽ നമ്മൾ ഒന്നും ചിന്തിക്കത്തില്ല, വിത്തൗട്ട് തിങ്കിങ്, വിത്തൗട്ട് റീതിങ്കിങ് വി ജസ്റ്റ് ആക്ട് ഇറ്റ് അല്ലേ. അതാണ് ഇതിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മാൻ ഓൺ ഹോഴ്സ് ബാക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സ് ആണ് ശരിക്കും പറഞ്ഞത്. ശരിക്കും നമുക്കറിയാം ഹോഴ്സിനെ കൺട്രോൾ ചെയ്യാനാണല്ലോ മുകളിൽ ഒരു മനുഷ്യൻ കൂടി ഇരിക്കുന്നത് അല്ലേ. പക്ഷെ ചില കേസസിൽ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് കുതിര കൈവിട്ട് പോയി കഴിഞ്ഞാൽ കുതിര സഞ്ചരിക്കുന്ന വഴിയിലേക്ക് ഈ മനുഷ്യന് കൂടെ പോകേണ്ടതായിട്ട് വരും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു വേർഷൻ കൂടെ ഉണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രൂയിഡ് ഇത്തരത്തിലുള്ള ഒരു റെപ്രസെന്റേഷൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ആ ചിത്രത്തിന് പിന്നിൽ ഇത്രയും വലിയൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇൻ സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഫ്രൂയിഡ് യൂസ് ദ അനാലോഗി ഓഫ് എ മാൻ ഓഫ് ഹോഴ്സ് ബാക്ക് ടു ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇദ് ആൻഡ് ഈഗോ. ഇതും ഈഗോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാനാണ് ആ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഓക്കെ, ഇതവിടെ എന്താണ്, കുതിരയാണ് കേട്ടോ. ഈഗോ എന്ന് പറയുന്നതാണ് മാൻ. അടുത്തത് in Indian aesthetics. Okay, what does Riti refers to? ഈ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ഈസ്തറ്റിക്സിൽ? പോയറ്റിക് മീറ്റർ ആണോ, ലിറ്ററി സ്റ്റൈൽ ആണോ, റൈം സ്കീം ആണോ, അതോ തീം ആണോ? ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഈസ്തറ്റിക്സിൽ വാട്ട് ഡസ് രീതി റെഫേഴ്സ് ടു? പോയറ്റിക് മീറ്റർ, ലിറ്ററി സ്റ്റൈൽ, റൈം സ്കീം, അതുപോലെ തന്നെ തീം. ഏതായിരിക്കും ആൻസർ വരുന്നത്? ലിറ്ററി സ്റ്റൈലാണ്. ഓക്കെ, രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ, ആ സ്റ്റൈൽ, ആ രീതിയിലുള്ള രൂപകൽപ്പന, അതിനെയാണ് നമ്മൾ ലിറ്ററി സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പോയറ്റിക് മീറ്റർ അല്ല, റൈം സ്കീം അല്ല, തീമും അല്ല. ഇറ്റ്സ് ആക്ച്വലി ലിറ്ററി സ്റ്റൈൽ. നമ്മളൊന്ന് അനലൈസ് ചെയ്ത് ഒന്ന് കമ്പയർ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരുന്നു അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇന്ത്യൻ ഈസ്തറ്റിക്സിൽ വാട്ട് ഡസ് രീതി റെഫേഴ്സ് ടു? രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററി സ്റ്റൈലാണ്. ഓക്കെ, അപ്പൊ ഇനി ഇന്ത്യൻ ഈസ്തറ്റിക്സ് ആൻഡ് പോയറ്റിക്സ്, രീതി റെഫേഴ്സ് ടു ദ ലിറ്ററി സ്റ്റൈൽ, മാനർ ഓർ ഡിക്ഷൻ ഓഫ് എ പോയറ്റിക് കോമ്പോസിഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ ഈസ്തറ്റിക്സ് ആൻഡ് പോയറ്റിക്സിൽ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ലിറ്ററി സ്റ്റൈൽ, മാനർ ഓർ ഡിക്ഷൻ ഓഫ് എ പോയറ്റിക് കോമ്പോസിഷൻ അല്ലേ. ഒരു ലിറ്ററി സ്റ്റൈലും മാനറും അതുപോലെ തന്നെ പോയറ്റിക് കോമ്പോസിഷന്റെ ഡിക്ഷനും പറയുന്നതാണ് രീതി അല്ലേ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ലിറ്ററി തിയറി. ഇന്ത്യൻ ലിറ്ററി തിയറിയുടെ ഏറ്റവും മികച്ച ഒരു സ്കൂളാണ്. മോസ്റ്റ് പ്രോമിനന്റ്ലി ഡിഫൈൻഡ് ബൈ ദ
18th century theorist Vamana, who famously declared Ridir Atma Kavyashya. Okay, Ridi is the soul of poetry. Okay, Ridi is the soul of poetry എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ വാമനയാണ് കേട്ടോ. 8th സെഞ്ചുറിയിലെ തിയറിസ്റ്റ് ആയിട്ടുള്ള വാമനയാണ് പറഞ്ഞത് എന്ത് രീതി ഈസ് ദ സോൾ ഓഫ് പോയിട്രി. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എന്താണ് ഇതിന്റെ ഒരു എന്താണ് ഇംഗ്ലീഷ് വേർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രീതി ഈസ് ദ സോൾ ഓഫ് പോയിട്രി. ആത്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആത്മ മീൻസ് സോൾ ഇല്ലേ, ആത്മാവ് ആത്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ 8th സെഞ്ചുറിയിലുള്ള വാമന ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററി സ്റ്റൈലാണ്. ഓക്കെ, സ്റ്റൈൽ എന്നും അപ്രോച്ച് എന്നും ആ ഒരു എന്താ സ്ട്രക്ചർ എന്നും ഒക്കെ നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, രീതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കമ്പോസിങ് പോംസ് ആൻഡ് സോ ഓൺ. ഓക്കെ, പോംസ് ഒക്കെ കമ്പോസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത്. ദ കോൺസെപ്റ്റ് ഫോക്കസസ് ഓൺ ദ സ്പെസിഫിക് അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് സർട്ടൺ ഗുണാസ്. ഇല്ലേ, നമുക്കിതിന് വേറൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ സിൻടാക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? സിൻടാക്സ് എന്തുവാ? സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വേർഡ് ഓർഡറിനെ അല്ലേ നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. വാക്കുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് SVO ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ടല്ലോ. SVO ഓർഡർ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SVO ഓർഡറും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി കോൺസെപ്റ്റ് ഫോക്കസസ് ഓൺ ദ സ്പെസിഫിക് അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് സർട്ടൺ ഗുണാസ്. ഗുണാസ് എന്ന് പറഞ്ഞാൽ പോയറ്റിക് എക്സലൻസസ് ആണ്. ടു ക്രിയേറ്റ് എ പെർട്ടിക്കുലർ ഈസ്തെറ്റിക് എഫക്ട്. ഒരു പെർട്ടിക്കുലർ ഈസ്തെറ്റിക് എഫക്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ? പോയറ്റിക് എക്സലൻസുകളൊക്കെ തന്നെ മാക്സിമം യൂസ് ചെയ്യുകയാണ് അല്ലെ, ഗുണാസിനെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഗുണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്? പോയറ്റിക് എക്സലൻസ്. ഓക്കെ, ആ ഒരു മാസ്റ്ററി ഓഫ് പോയിട്രി ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുണാസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രീതി സച്ച് ആസ് Vaidarbhi, Gaudi and Panchali were identified based on regional traditions and the specific linguistic characteristics they employed. ഇല്ലേ, ഇപ്പം നമ്മൾ കണ്ണകി ഇല്ലേ, അതുപോലെ തന്നെ നമ്മുടെ പാഞ്ചാലി, ഗൗഡി, ഒപ്പം തന്നെ വൈദർഭി, ഇവർക്കൊക്കെ തന്നെ ഓരോ അസൈൻഡ് റോൾ. ഇവരെയൊക്കെ തന്നെ നമ്മൾ മിതോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമല്ലോ അല്ലേ? ഇവരെയൊക്കെ തന്നെ നമ്മൾ മിതോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയിട്ടും കൂടെ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ആസ് പെർ ദിസ് ഓൾ ഓഫ് ദം ആർ ഹാവിങ് സർട്ടൺ റോൾസ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റോൾസ് അത് പ്രകാരം ഉണ്ട് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അസൈൻഡ് റോളുകൾ ഉണ്ട്, അത് അവർ ചെയ്യുന്നു എന്നുള്ള മീൻസിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രീതിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വൈദർഭിയാണ്, ഗൗഡിയുണ്ട്, അതുപോലെ തന്നെ പാഞ്ചാലിയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിസ് എന്ന് പറയുന്നത്. രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററി സ്റ്റൈലാണ്. ഓക്കെ, ലിറ്ററി സ്റ്റൈലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രീതി എന്ന് പറയുന്നത്. രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററി സ്റ്റൈലാണ്. ഓക്കെ, ഈ ലിറ്ററി സ്റ്റൈല് നമ്മൾ എംപ്ലോയ് ചെയ്യാനാണ് എപ്പോഴും പോയട്രിക്കകത്തും വർക്കിനകത്തും ഒക്കെ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം വി ആർ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഇന്ത്യൻ ഈസ്തെറ്റിക്സ് വാട്ട് ഡസ് രീതി റെഫേഴ്സ് ടു? രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററി സ്റ്റൈലാണ്. രീതി എന്താണെന്ന് ചോദിച്ചാൽ ലിറ്ററി സ്റ്റൈലാണ്. അക്കോർഡിംഗ് ടു ഡെറീഡ, ഡീകൺസ്ട്രക്ഷൻ്റെ ആളാണ് ഡെറീഡ, we have no language, no syntax and no lexicon which is outside the logic of. Okay, അപ്പോൾ ഡെറീഡയുടെ അഭിപ്രായത്തിൽ നമുക്ക് ലാംഗ്വേജ് ഇല്ല, സിൻടാക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ വേർഡ് ഓർഡർ ഇല്ല, അതുപോലെ തന്നെ നമുക്കൊരു ലെക്സിക്കോണും ഇല്ല എന്ന് വിചാരിക്കാം. വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ ലോജിക് ഓഫ്. ഇത് എന്തിൻ്റെ ഒരു ഔട്ട്സൈഡ് ലോജിക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? റപ്ചർ ആണോ, മെറ്റാഫിസിക്സ് ആണോ, ഡീകൺസ്ട്രക്ഷൻ ആണോ, സൈൻ ആൻഡ് സ്ട്രക്ചർ എന്നുള്ള ഒരു തിയറി ബേസിലാണോ ഡെറീഡ പറയുന്നത്? നോ ലാംഗ്വേജ്, നോ സിൻടാക്സ് ആൻഡ് നോ ലെക്സിക്കോൺ എന്നുള്ള ഐഡിയ ഇത് ആക്ച്വലി മെറ്റാഫിസിക്സിന്റെ ബേസിലാണ് പറയുന്നത് കേട്ടോ. മെറ്റാഫിസിക്സിന്റെ ബേസിൽ പറയുന്ന ഒരു ഐഡിയ ആണ്. ഓക്കെ, So, according to Jacques Derrida, in his essay, Structure, Sign and Play, they have sign and structure no ഉണ്ട്. അപ്പോൾ തെറ്റിപ്പോകരുത്. In the discourse of human sciences, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു essay ആണ്. We have no logic, no syntax and no lexicon, which is outside the logic of metaphysics. Okay, which is outside the logic of dash എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ metaphysics ആണ് ആൻസർ വരുന്നത്. Derrida states that there is no sense in doing without the concept of metaphysics. Metaphysics എന്ന് പറയുന്ന ഐഡിയ ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ചൊരു സെൻസ് വർക്കൗട്ട് ചെയ്യപ്പെടുന്നില്ല. In order to shake metaphysics and that all destructive propositions are trapped within the form, the logic and the implicit postulations of precisely what it seeks to context. Okay, അപ്പോൾ നോക്കിക്കേ, according to Derrida in his essay Structure, Sign and Play in the Discourse of Human Sciences, we have no language, no syntax and no lexicon, which is outside the logic of metaphysics. Derrida states that there is no sense in
in doing without the concept of metaphysics in order to shake metaphysics. അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അവിടെ നമ്മൾ മെറ്റാഫിസിക്സ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ there is no sense എന്നാണ് പറയുന്നത്. Okay, and that all destructive propositions are trapped within the form, logic and the implicit postulations of precisely what it seeks to context. Okay, അപ്പോൾ what it seeks to context എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡെറീഡ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ഈസ് ഹിസ്റ്റോറിക്കലി സാച്ചുറേറ്റഡ് വിത്ത് മെറ്റാഫിസിക്കൽ അസംഷൻസ്. ഓക്കെ, മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ് വാട്ട് കനോട്ട് ബി കംപ്ലീറ്റ്ലി ബൈപാസ്ഡ്. ഇല്ലേ? അപ്പോൾ ലാംഗ്വേജ് തന്നെ ഹിസ്റ്റോറിക്കലി സാച്ചുറേറ്റഡ് ആണ്, മിക്സ്ഡ് ആണ് എന്തുമായിട്ട്, മെറ്റാഫിസിക്സുമായിട്ട്. ഓക്കെ, അപ്പോൾ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ. അതുപോലെ തന്നെ സയൻറ്റിഫിക് ആംഗിളിലും കൂടെ ലാംഗ്വേജിനെ മനസ്സിലാക്കി അതിന് എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് വേണമെങ്കിൽ അതിനെ കൂടെ മീറ്റ് ചെയ്ത് പോകുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് വ്യക്തമാക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? അടുത്തത് 51ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഷോവാൾട്ടർ, എലൈൻ ഷോവാൾട്ടറിന്റെ കാര്യമാണ് പറയുന്നത്. ഡ്യൂറിംഗ് ദ ഡാഷ് ഫേസ് വിമൻ റൈറ്റേഴ്സ് അഡോപ്റ്റഡ് മെയിൽ സ്യൂഡോണിംസ്. ഏത് ഫേസിലാണ് ഈ പറയുന്ന വിമൻ റൈറ്റേഴ്സ് മെയിൽ സ്യൂഡോണിംസ് ഉപയോഗിച്ചതായിട്ട് നമ്മുടെ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്നുള്ള വർക്കിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ഷോവാൾട്ടറിന്റെ വ്യൂ പോയിന്റ്സിലൊക്കെ തന്നെ എലൈൻ ഷോവാൾട്ടർ പറയുന്നത്? ഓക്കെ, മെയിൽ സ്യൂഡോണിംസ് ഉപയോഗിച്ച ഒത്തിരി പേരുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരാളാണ് ജോർജ് ഏലിയറ്റ്. അല്ലേ? ജോർജ് ഏലിയറ്റിന്റെ പേര് ഇത് പെൻ നെയിം ആണ്. റിയൽ നെയിം എന്താ വരുന്നത്? മേരി ആൻ ഇവാൻസ്. അല്ലേ? മേരി ആൻ ഇവാൻസ് എന്നുള്ളതാണ് ശരിക്കുള്ള പേര്. അല്ലേ? അപ്പോൾ നോക്കിക്കേ, ജോർജ് ഏലിയറ്റ് എന്നുള്ളത് പെൻ നെയിം ആണ്. റിയൽ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി ആൻ ഇവാൻസ് എന്നുള്ളതാണ്. ഓക്കെ, മേരി ആൻ ഇവാൻസ് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ഷോവാൾട്ടർ ഡ്യൂറിംഗ് ദ ഡാഷ് ഫേസ് വിമൻ റൈറ്റേഴ്സ് അഡോപ്റ്റഡ് മെയിൽ സ്യൂഡോണിംസ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഫെമിനൈൻ ആണ്. ഫെമിനൈൻ ഫേസിലാണ് ഈ ഒരു പോയിന്റ് അഡോപ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷോവാൾട്ടർ പറയുന്നത് ഫെമിനൈൻ ഫേസ് എത്തിയപ്പോൾ, അതായത് ഫെമിനൈൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ, ട്രാൻസിഷണൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഫെമിനൈൻ എന്നുള്ള ഫേസിൽ എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നത് they are actually using male pseudonyms. ഇല്ലേ? ഇനിയും they have only one option to represent themselves in the society. അത് സ്വന്തം ഐഡന്റിറ്റി ഹൈഡ് ചെയ്തിട്ട് മെയിൽ സ്യൂഡോണിംസിൽ നിന്നുകൊണ്ടാണ് എന്നുള്ള ഒരു ആംഗിൾ നമുക്ക് ഫെമിനൈൻ ഫേസിലാണ് കിട്ടുന്നത്. അക്കോർഡിംഗ് ടു എലൈൻ ഷോവാൾട്ടർ ഇൻ ദ ഫെമിനൈൻ ഫേസ് അപ്രോക്സിമേറ്റ്ലി 1840 to 1880 ആണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് അപ്രോക്സിമേഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ടായിരുന്നു. അല്ലേ? അപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നെ കംപ്ലീറ്റ് ആവണമെന്നില്ല, അതിന് എക്സ്റ്റൻഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അല്ലേ? സോ അക്കോർഡിംഗ് ടു എലൈൻ ഷോവാൾട്ടർ ഇൻ ദ ഫെമിനൈൻ ഫേസ് അപ്രോക്സിമേറ്റ്ലി 1840 to 1880 വിമൻ റൈറ്റേഴ്സ് ഇന്റേണലൈസ്ഡ് ഡോമിനന്റ് മെയിൽ ഈസ്തെറ്റിക് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇമിറ്റേറ്റഡ് മെയിൽ ഓതേഴ്സ് ആൻഡ് ഫ്രീക്വൻലി അഡോപ്റ്റഡ് മെയിൽ സ്യൂഡോണിംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുവാ സംഭവിക്കുന്നത്? ദേ ഇമിറ്റേറ്റഡ് മെയിൽ എന്താ പറയുക ഈസ്തെറ്റിക് സ്റ്റാൻഡേർഡ്സ്. അവർ മെയിൽ റൈറ്റേഴ്സിനെ പോലെ എഴുതാനായിട്ട് അതുപോലെ തന്നെ അവരുടെ പേരുകൾ സ്വീകരിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, മെയിൽ സ്യൂഡോണിംസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാരുടെ പേരിൽ അവർ എഴുതാൻ തുടങ്ങി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോർജ് ഏലിയറ്റ് ഒക്കെ എഴുത്തിലേക്ക് വന്ന സമയത്ത് ശരിക്കും സ്ത്രീയാണ് എഴുതുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ബുക്ക് കീറിക്കളയുകയും അതുപോലെ തന്നെ കൂട്ടമായി കത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി വരെ സമൂഹം മുന്നോട്ട് വെച്ചിരുന്നു. അല്ലേ? അപ്പം ഒരു തരത്തിലും അവർക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് അവർ എന്ത് തീരുമാനിക്കുന്നത്? ഈ പറയുന്നത് പോലെ ഐ ഹാവ് എ സ്പേസ് ഓഫ് മൈ ഓൺ എന്നുള്ള ആംഗിളിൽ വരികയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത് മെയിൽ സ്യൂഡോണിം യൂസ് ചെയ്തിട്ടാണെങ്കിലും മെയിൽ റൈറ്റേഴ്സ് എഴുതുന്ന സ്റ്റൈലിൽ നിന്നുകൊണ്ടാണെങ്കിലും ദേ ഓൾസോ നീഡ് എ സ്പേസ്. പതിയെ അതിനെ അവർക്ക് അവരുടേതായിട്ടുള്ള ഓട്ടോണമി ആക്കാൻ മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. അല്ലേ? ദിസ് ഫേസ് വാസ് മാർക്ക്ഡ് ബൈ എ ഡിസയർ ഫോർ അക്സെപ്റ്റൻസ് വിത്തിൻ എ മെയിൽ ഡോമിനേറ്റഡ് ലിറ്റററി കൾച്ചർ റാദർ ദാൻ ഡിറക്റ്റ് പ്രൊട്ടസ്റ്റ്. അല്ലേ? പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് അവരൊരു ഫേസിൽ, പക്ഷേ പ്രൊട്ടസ്റ്റ് പോലെ തന്നെ അവർക്ക് അക്സെപ്റ്റൻസും വേണം. അല്ലേ? എന്തുകൊണ്ടാണ് ഈ മെയിൽ റൈറ്റേഴ്സിന് ഇത്ര അക്സെപ്റ്റൻസ് കിട്ടുന്നത്? മെയിൻ റീസൺ ഇസ് ദാറ്റ് അവരുടെ പേര് മെയിൽ ടൈറ്റിലായിരിക്കും എഴുതുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ. അല്ലേ? എപ്പോഴും മെയിൽസ് ആർ ജസ്റ്റ് ബീങ് കൺസിഡേർഡ് ആസ് വാരിയേഴ്സ് ആൻഡ് വിമൻ ദേ വിൽ ബി കൺസിഡേർഡ് ആസ് മദേഴ്സ്. ആ ഒരു ആംഗിൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു എലൈൻ ഷോവാൾട്ടർ ഇൻ ദ ഫെമിനൈൻ ഫേസ് അപ്രോക്സിമേറ്റ്ലി 1840 to 1880 വിമൻ റൈറ്റേഴ്സ് ഇന്റേണലൈസ്ഡ് ഡോമിനന്റ് ഈസ്തെറ്റിക് മെയിൽ ഈസ്തെറ്റിക് സ്റ്റാൻഡേർഡ്സ്, ഇമിറ്റേറ്റഡ് മെയിൽ ഓതേഴ്സ് ആൻഡ് ഫ്രീക്വൻലി
adopted male pseudonyms. This phase was marked by a desire for acceptance within a male-dominated literary culture rather than direct protest. ഇല്ലേ? അപ്പോൾ ഫെമിനൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ 1840 മുതൽ 1880 വരെയാണ്. ഇമിറ്റേഷൻ ഓഫ് മെയിൽ നോംസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇമിറ്റേഷൻ ഓഫ് മെയിൽ നോംസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്, 1880 മുതൽ 1920 വരെയാണ്. അവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് മെയിൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, മെയിൽ നോംസ് ഇമിറ്റേറ്റ് ചെയ്താണെങ്കിലും അവരാദ്യം ഒരു അക്സെപ്റ്റൻസ് നേടിയെടുത്തു, ഇല്ലേ? സ്വന്തം ഐഡന്റിറ്റി ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണെങ്കിലും അക്സെപ്റ്റൻസ് നേടിയെടുത്തു. പിന്നീട് അവർക്ക് മനസ്സിലായി മെയിൽസ് ഇത്രേ ചെയ്യുന്നുള്ളൂ, ഇല്ലേ? ദീസ് ആർ ദ തിങ്സ് ദേ ടു ക്യാൻ ഈസിലി ഡു. പക്ഷെ നടക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ടാണ്, അല്ലേ? അപ്പോൾ അടുത്ത ഫേസിൽ അവർ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി? പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് മെയിൽ സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ ദ ക്രൈറ്റീരിയാസ് യു ഫിക്സ് ഫോർ എ മെയിൽ സ്റ്റാൻഡേർഡ്സ്. ആ ഒരു കാര്യം പ്രൊട്ടസ്റ്റ് കൊണ്ടുവന്നു. അതിനകത്ത് അവർ പ്രതികരിക്കാൻ തുടങ്ങി ഓപ്പൺ ആയിട്ട്. ഓക്കെ, എന്നിട്ട് അവർക്കും കൂടെ ഒരു സ്പേസ് വേണം എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ കൊണ്ടുവന്നു. ഫീമെയിൽ ഫേസ് നടക്കുന്നുണ്ട്. അപ്പോൾ 3 ഫേസ് ഉണ്ട്, ഫെമിനൈന്, ഫെമിനിസ്റ്റ്, ഫീമെയിൽ. ഓക്കെ, അപ്പോൾ ട്രാൻസിഷണൽ എന്ന് പറയുന്ന ഫേസിനെ കുറിച്ച് പറയുന്നില്ല. ആക്ച്വലി നമുക്ക് വരുന്ന 3 ഫേസുകൾ എന്ന് പറയുന്നത് ഫെമിനൈന്, ഫെമിനിസ്റ്റ്, ഫീമെയിൽ എന്ന് പറയുന്ന ഫേസ് ആണ്. ഫീമെയിൽ ഫേസ് 1920 മുതൽ കറന്റ്ലി റണ്ണിങ് ആണെന്നാണ് പറയുന്നത്. കൂടുതലും ഇന്ന് ഈ മൂവ്മെന്റുകളൊക്കെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ടും കൂടി ഉപയോഗിച്ചാണ് നടക്കുന്നത്. സെൽഫ് ഡിസ്കവറി ആൻഡ് ഇൻഡിപെൻഡന്റ് ഫീമെയിൽ എക്സ്പ്രഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെൽഫ് ഡിസ്കവറിയും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫീമെയിൽ എക്സ്പ്രഷനുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1920 മുതൽ കറന്റ്ലി പ്രസന്റിലോട്ടാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 52ാമത്തെ ചോദ്യം എന്താണെന്ന് ചെക്ക് ചെയ്യാം. അക്കോർഡിംഗ് ടു ജുഡിത്ത് ബട്ട്ലർ, പെർഫോമാറ്റിവിറ്റി കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഔട്ട്സൈഡ് ഓഫ് പ്രോസസ് ഓഫ്. അതായത് ജുഡിത്ത് ബട്ട്ലറിന്റെ ഒരു ഐഡിയയിൽ പെർഫോമാറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തത്? കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഔട്ട്സൈഡ് ഓഫ് പ്രോസസ് ഓഫ്. ഏത് ലിമിറ്റ് ക്രോസ് ചെയ്താലാണ് ഈ പറയുന്ന പെർഫോമാറ്റിവിറ്റിയെ നമുക്ക് വിറ്റ്നസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്? ജെൻഡർ ട്രബിൾ, പെർഫോമൻസ്, ഇറ്ററബിലിറ്റി, അതുപോലെ തന്നെ ഏലിയനേഷൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ജെൻഡർ ട്രബിൾ, പെർഫോമൻസ്, ഇറ്ററബിലിറ്റി, അതുപോലെ തന്നെ ഏലിയനേഷൻ. ഓക്കെ, അപ്പം അക്കോർഡിംഗ് ടു ജുഡിത്ത് ബട്ട്ലർ, പെർഫോമാറ്റിവിറ്റി കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഔട്ട്സൈഡ് ഓഫ് പ്രോസസ് ഓഫ് ഡാഷ്. ഓക്കെ, ഇറ്ററബിലിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇറ്ററബിലിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബട്ട്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻ ഹെർ ബുക്ക് ബോഡീസ് ദാറ്റ് മാറ്റർ 1993, performativity cannot be understood outside of the process of iterability. Okay, iterability refers to regularized and constrained repetition of norms rather than single voluntary act of performance. അല്ലേ, regularized and constrained repetition of norms എന്നാണ് പറയുന്നത്. സിംഗിൾ വോളണ്ടറി ആക്ട് ഓഫ് പെർഫോമൻസ് അതുപോലെ തന്നെ കൊണ്ടുപോകാതെ നമ്മൾ കാര്യങ്ങളെ റെഗുലറൈസ് ചെയ്ത് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തി അല്ലെങ്കിൽ ആ ഒരു എന്താണ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ഇറ്ററബിലിറ്റിക്കകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർഫോമാറ്റിവിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഔട്ട്സൈഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഇറ്ററബിലിറ്റിയിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് കുറച്ച് ബുദ്ധിമുട്ടിച്ച് കാണും, കാരണം ഈ ബുക്കിനെ കുറിച്ച് അല്ലെങ്കിൽ തിയറിയെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കാണും. അപ്പം ജെൻഡർ ട്രബിൾ, പെർഫോമൻസ്, ഇറ്ററബിലിറ്റി, ഏലിയനേഷൻ ആണ് ഓപ്ഷൻസിലുള്ളത്. നമുക്ക് ഇറ്ററബിലിറ്റി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില കേസസിൽ നമുക്കറിയാമല്ലോ നെഗറ്റീവ് മാർക്കും ഇല്ല സെറ്റ് പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടേമുകൾ നിങ്ങൾക്ക് ചിലപ്പം ഓപ്ഷനിലുള്ള 3 ടേമും ഭംഗിയായിട്ട് അറിയായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഈ ടേംസ് ഒന്നും യോജിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ടേം അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, സോ അതായിരിക്കും ഉത്തരം എന്നുള്ള ഒരു പോയിന്റിലും പോകും. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഹാവിങ് എനി നെഗറ്റീവ് മാർക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും ആൻസേഴ്സ് കൊടുക്കുക. അങ്ങനെയുള്ള നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കിലൂടെ ഉള്ള ഗസ്സസ് ഒക്കെ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ശരിയാവാറുണ്ട്. ഓക്കെ, so Judith Butler explains that performativity is not a singular performance. അതൊരു സിംഗുലർ പെർഫോമൻസ് ഒന്നുമല്ല, ലൈക്ക് ആക്ടിങ് ഓൺ എ സ്റ്റേജ്, ബട്ട് എ റിട്രേറ്റീവ് ആൻഡ് സൈറ്റേഷണൽ പ്രാക്ടീസ് ബൈ വിച്ച് ഡിസ്കോഴ്സ് പ്രൊഡ്യൂസസ് ദ എഫക്ട് ദാറ്റ് ഇറ്റ് നെയിംസ്. അല്ലേ, ദിസ് എന്താ പറയുക, ഇറ്ററേറ്റീവ് പ്രോസസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദം സബ്ജക്ട്, മീനിങ് ജെൻഡർ ഈസ് പ്രൊഡ്യൂസ് ത്രൂ ദ ഓൺ ഗോയിങ് റിപ്പീറ്റഡ് ആക്ട്സ് ദാറ്റ് ക്രിയേറ്റ് ദ ഇല്യൂഷൻ ഓഫ് എ സ്റ്റേബിൾ നാച്ചുറൽ ഐഡന്റിറ്റി. അല്ലേ, ഒരു സ്റ്റേബിൾ നാച്ചുറൽ ഐഡന്റിറ്റിയിലേക്കുള്ള ഒരു റൺ ഓഫ് നമുക്കിവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എഡ്വേർഡ് സെയ്ദിന്റെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ പരീക്ഷയ്ക്ക് എന്താണ് ഓറിയന്റലിസം എന്ന് പറയുന്ന എസ്സേ എഴുതിയത് ആരാണെന്ന്. ആൻഡ് വെരി നെക്സ്റ്റ് സൈക്കിളിൽ വന്ന പരീക്ഷയ്ക്ക് ഓറിയന്റലിസത്തിന്റെ പബ്ലിക്കേഷൻ ഇയർ ചോദിച്ചിട്ടുണ്ട്. അല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വേരിയേഷൻസ് ചോദ്യങ്ങളിൽ വരാറുണ്ട്. സോ എഡ്വേർഡ് സെയ്ദ്സ് ഓറിയന്റലിസം വാസ് പബ്ലിഷ്ഡ് ഇൻ. എഡ്വേർഡ് സെയ്ദിന്റെ ഓറിയന്റലിസം പബ്ലിഷ് ചെയ്യപ്പെട്ട വർഷമാണ് നമ്മുടെ ചോദ്യം.
1980, 1970, 1976, 1978 നമുക്ക് ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ എഡ്വേർഡ് സെയ്ദിന്റെ ഓറിയന്റലിസം പബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദ്യം. 1980, 1970, 1976, 1978 നമുക്ക് ഓപ്ഷനിലുണ്ട്. 1978 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 1978 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എഡ്വേർഡ് സെയ്ദിന്റെ ഓറിയന്റലിസം എന്ന് പറയുന്ന എസ്സേ എന്നാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1978 ഓക്കെ, 1978 ആണ് ശരി ഉത്തരവായിട്ട് നമുക്ക് വരുന്നത്. It was originally published by Pantheon Books in November 1978 and is considered a foundational text in post-colonial studies, establishing the term Orientalism to describe the Western world's often biased, stereotypical and contemptuous portrayal of the East. Okay, അപ്പോൾ it was originally published by Pantheon Books in November 1978 and is considered a foundational text in post-colonial studies. അല്ലേ, പോസ്റ്റ്-കൊളോണിയൽ സ്റ്റഡീസിലൊക്കെ തന്നെ ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ദ ടേം ഓറിയന്റലിസം ടു ഡിസ്ക്രൈബ് ദ വെസ്റ്റേൺ വേൾഡ്സ് ഓഫൺ ബയസ്ഡ് സ്റ്റീരിയോടിപ്പിക്കൽ ആൻഡ് കണ്ടംപ്ഷ്യസ് പോർട്രയൽ ഓഫ് ദ ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റിനെ കുറിച്ചുള്ള ഒരു കണ്ടംപ്ഷ്യസ് പോർട്രയൽ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് കോൺട്രവേഴ്സി എവിടെ നടക്കുന്നത് അല്ലേ, ഈസ്റ്റ് വേഴ്സസ് വെസ്റ്റ്, ഈസ്റ്റ് വേഴ്സസ് വെസ്റ്റിൽ എന്നുള്ള ആംഗിളിൽ വരികയാണ്. എന്നിട്ട് ഇവിടെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് വെസ്റ്റ് ആണ്, സുപ്പീരിയർ ആംഗിളിൽ നിൽക്കുന്നത് വെസ്റ്റ് ആണ്. ഓക്കെ, so it was originally published by Pantheon Books in November 1978 and is considered a foundational text in post-colonial studies, establishing the term Orientalism to describe the Western world's often biased, stereotypical and contemptuous portrayal of the East. Okay, ഈസ്റ്റിനെ കുറിച്ച് പൊതുവെയുള്ള ഒരു കണ്ടംപ്ഷ്യസ് പോർട്രയൽ നമുക്ക് ഇവിടെ കിട്ടും. അപ്പം എഡ്വേർഡ് സെയ്ദിന്റെ ഓറിയന്റലിസം പബ്ലിഷ് ചെയ്ത വർഷം 1978. ഓക്കെ, ക്ലിയർ ആണേ. അടുത്തത് 54ാമത്തെ ചോദ്യമാണ്, മാച്ചപ്പ് ആണ്, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ ഉണ്ട്. മിഷിൽ എന്ന് പറയുന്ന ഒരു എന്താണ് നമുക്ക് ലിസ്റ്റ് 2 നമുക്കൊരു വേർഡ് കാണാം. TP കൈലാസത്തിന്റെ തുഖാറാം, അതുപോലെ തന്നെ ആസിഫ് കരീംബോയുടെ നേരെ ദ ബ്രാഹ്മിൺസ് കേഴ്സ് ഉണ്ട്. ബദൽ സർക്കറിന്റെ നേരെ നമുക്ക് ഇൻകുലാബ് എന്ന് പറയുന്ന ഒരു വർക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ചിങ് വേണം. A2 B4 C3 D1, A4 B3 C1 D2, A2 B3 C4 D1, A3 B2 C1 D4. നോ ഓപ്ഷൻ ഈസ് റിപ്പീറ്റഡ് അല്ലേ. ആദ്യം തന്നെ ഇത് എന്താണ് പറയുക, ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഓപ്ഷൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു ഓപ്ഷനും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A2 B3 C4 D1 എന്നുള്ള ഓർഡറിലാണ്. ഓക്കെ, A2 B3 C4 D1 എന്നുള്ള ഓർഡറാണ് നമ്മുടെ ആൻസർ വരുന്നത്. അതായത് ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ റോട്ട് പ്ലേസ് ഓൺ സെയിൻസ് ഇൻക്ലൂഡിങ് തുഖാറാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ A2 അല്ലേ, A2 നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയേ, A2 അല്ലേ, അതായത് ചട്ടോപാധ്യായ തുഖാറാം എന്ന് പറയുന്ന വർക്ക് എഴുതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എന്താണ്, TP കൈലാസം റോഡ് ദ ബ്രാഹ്മിൺസ് കേഴ്സ് അല്ലേ, ഓർ ദ കേഴ്സ് ഓർ കർണ എന്നുള്ള രീതിയിലും ഈ വർക്ക് അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ TP കൈലാസം ബ്രാഹ്മിൺസ് കേഴ്സ് അല്ലേ. അപ്പോൾ നോക്കിക്കേ നമുക്ക് B3 വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, അതായത് TP കൈലാസം ദ ബ്രാഹ്മിൺസ് കേഴ്സ് മാച്ച് ചെയ്യാൻ പറ്റിയല്ലോ. ഹരീന്ദ്രനാഥ ചട്ടോപാധ്യായ തുഖാറാം, TP കൈലാസം ദ ബ്രാഹ്മിൺസ് കേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഏത് ഓർഡറിലാണ് വരുന്നത്, അതായത് C4 വരണമെന്നാണ് പറയുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസിഫ് കരീംബോയ് ആണ് ഇൻകുലാബ് എഴുതിയത്. ഓക്കെ, C4 വരുമെന്ന് നമുക്ക് ചെക്ക് ചെയ്താലോ. അതായത് ആസിഫ് കരീംബോയ് അല്ലേ വന്നിട്ടുള്ളത് ഇൻകുലാബിന് നേരെ, ആസിഫ് കരീംബോയ് ഇൻകുലാബ് അല്ലേ. ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ തുഖാറാം, പിന്നെ TP കൈലാസം ബ്രാഹ്മിൺസ് കേഴ്സ്, അതുപോലെ തന്നെ ആസിഫ് കരീംബോയ്ക്ക് നേരെ വന്നത് ഇൻകുലാബ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ, ബിദർ സർക്കാരിന്റെ ആണോ മിച്ചിൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബിദർ സർക്കാരിന്റെ ആണോ മിച്ചിൽ എന്ന് പറയുന്ന വർക്ക് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ദേ നോക്കിക്കേ, ബിദൽ സർക്കാർ റോഡ് മിച്ചിൽ അല്ലേ. മിച്ചിൽ എന്ന് പറഞ്ഞാൽ പ്രൊസഷൻ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ബദൽ സർക്കാർ ആണ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ എന്നും സിക്കാർ എന്നും അറിയപ്പെടാറുണ്ട്. സെയിം റൈറ്ററിന്റെ പേരാണ്. മിച്ചിൽ എന്ന് പറയുന്ന വർക്ക് എഴുതി. ഓക്കെ, സോ മാച്ചിങ് ലിസ്റ്റ് വരുന്നത് A2 B3 C4 D1, അതായത് ഹരീന്ദ്രനാഥ ചട്ടോപാധ്യായ തുഖാറാം, ദെൻ TP കൈലാസം ബ്രാഹ്മിൺസ് കേഴ്സ്, ആസിഫ് കരീംബോയ് ഇൻകുലാബ്, അതുപോലെ തന്നെ ബദൽ സർക്കാർ മിച്ചിൽ എന്ന് പറയുന്ന വർക്കും എഴുതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ, അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പം ആൻസർ വരുന്നത് A2
A2 B3 C4 D1 എന്നുള്ള ഓർഡറിലാണ്. ഓക്കെ, അപ്പോൾ മാച്ചപ്പ് വലിയ ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയാമെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ എന്താ പറയുക A2 വന്നിട്ടുള്ള 2 ഓപ്ഷൻസ്, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കൺഫേം ആയിട്ട്, ഇപ്പോൾ B3 ആണെന്ന് നമുക്ക് കൺഫേം ആണ് എങ്കിൽ, അല്ലെങ്കിൽ C4 ആണെന്ന് നമുക്ക് കൺഫേം ആണ് എങ്കിൽ, അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മാച്ചപ്പിൽ ഏതെങ്കിലും ഒരു ഉത്തരത്തിലേക്ക്, ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് ഉത്തരത്തിനെ എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്ന സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടേത്. ഓക്കെ, അപ്പോൾ അപ്കമിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ലെസണിലായിരിക്കും ആഡ് ചെയ്യുന്നത്. മാച്ചപ്പ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു രീതിയിൽ ഉത്തരത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാച്ചപ്പിനുള്ള ഉത്തരവും കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു സോ മച്ച്.